അമ്മുവും 10 വർഷത്തായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഞാൻ അവളെ ഞങ്ങൾ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിട്ടാണ് പരിചയപ്പെട്ടത്. അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ്. പക്ഷെ അമ്മുമായിട്ട് ഞാൻ പെട്ടെന്ന് സെറ്റായി. അവളൊരു എന്താ പറയുക, കിലിക്കിലിക്കിലാന്നും പറഞ്ഞ് നടക്കും. ഇങ്ങനെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ആള്. ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അല്ല. എനിക്ക് എന്നെ എങ്ങനെ അറിയാം അതുപോലെ തന്നെ അവൾക്കറിയാം, അവളെ അവൾക്ക് എങ്ങനെ അറിയാം അതുപോലെ തന്നെ എനിക്കറിയാം. അത്രയ്ക്ക് ക്ലോസ് ആണ് ഞങ്ങൾ. ചിലപ്പം ഞങ്ങൾ ഏകദേശം ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്തെങ്കിൽ പോലും മന്ത്ലി കാണലോ 2 weeksൽ നമുക്കൊരു കോളോ ഒന്നും പറ്റില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും എപ്പോൾ കണ്ടാലും ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടുണ്ട്. അമ്മു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. ഭയങ്കര ഒരു രസമാണ് അവളുടെ കൂടെ നടക്കാനും അവളോട് സംസാരിക്കാനും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവളോട് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് റിലീഫാവും. അങ്ങനെ അവള് വൈപ്പ് ഔട്ട് ചെയ്ത് കളയും നമ്മുടെ പ്രശ്നങ്ങൾ. എന്താ പറയുക, നല്ല ആളാണ്. ഐ ഹോപ്പ് അവർ ഫ്രണ്ട്ഷിപ്പ് വിൽ ബി ലാസ്റ്റ് ഫോർ എവർ. ഒരുമിച്ച് പറഞ്ഞു എന്താ പറയണ്ടേ? ലൈഫ് ലോങ് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. We love you. നിന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ദിവസമാണ്. പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല. ഒരുപാട് സങ്കടമുണ്ട്. ഐ മിസ്ഡ് ഇറ്റ്. ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് മിസ് ചെയ്യാം. നിന്നെ എല്ലാരും ഏച്ചിന്ന് വിളിക്കാൻ പറഞ്ഞതും എനിക്കറിയാം. ഞാൻ ഒരിക്കൽ പോലും നിന്നെ ഏച്ചിന്ന് വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് വെറുപ്പിക്കും മാത്രം. ആരും വീട്ടിൽ ഏച്ചി അനിയത്തിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയായിരുന്നു എനിക്കൊത്തിരി വേണ്ടി പോയിട്ടുണ്ടായിരുന്ന ആരാണ്. നമ്മളൊരു ഏച്ചി അനിയത്തിനേക്കാളും ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. എനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി മാരീഡ് ലൈഫ് ടു. അപ്പോൾ എനിക്കൊരു ഹായ് തന്നു. അതിൽ തുടങ്ങിയതാ. ഹായ് തുടങ്ങി, പിന്നെ സംസാരിച്ച് ഇത് ഒരുപാട് ടൈമൊന്നും എടുത്തില്ല. ഐ ഫെൽ ദാറ്റ് ആ ഒരു സ്പാർക്ക് എനിക്ക് ഇവനോടെ വന്നുള്ളൂ. ആ മൊമെന്റിൽ എനിക്ക് തോന്നി ഇതാണ് എനിക്ക് വേണ്ട ആളെന്ന് തോന്നി. അപ്പോൾ ഭയങ്കര സൂപ്പറാ. അങ്ങനെ പറയാൻ എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര നല്ലതാ. എന്നെ ഒരുപാട് ടേക്ക് കെയർ ചെയ്യും. ഒരു കുട്ടിയെ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കി നടന്നോളും. ഒന്നിനും തിരിയാനും നിൽക്കാനും ഒന്നും വിടില്ല. ഫുള്ള് നോക്കി എല്ലാ കാര്യം ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഇതാ ഇപ്പം. അപ്പോൾ എല്ലാം ചുമന്നുകൊണ്ട് മുന്നിൽ നടക്കും, ഞാനിങ്ങനെ അല്ല പുറകിൽ നടക്കുക. ഫുള്ളി കംഫർട്ടബിളാണ് എനിക്ക് അവൻ്റെ കൂടെ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ,
മാട്രിമോണി വഴിയാണ് അച്ഛനും അമ്മയുടെയും കണ്ടുപിടുത്തമാണ്. ഒരു നമ്പർ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒഴിവാക്കി, കുറച്ച് ഉരുണ്ട് കളിച്ചു. പിന്നെ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ച് സംസാരിച്ച്, അപ്പോൾ അതും സെറ്റാവില്ല എന്നൊരു ചിന്തയിൽ നൈസായി ഒന്ന് വിളിച്ചതാണ്. പക്ഷെ ആദ്യത്തെ വിളിയിൽ തന്നെ രണ്ടുപേരും വൻ സെറ്റായി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ നേരിട്ട് മീറ്റ് ചെയ്തു. അപ്പോൾ അതിനോടെ രണ്ടുപേരും ഡിസൈഡ് ചെയ്തു, രണ്ടാളും സെയിം വൈബാണ്. അപ്പോൾ അതങ്ങനെ ഇവിടം വരെ എത്തി. just to keep